എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തലസ്ഥാനത്തിൻ്റെ അഭിമാനമായിരുന്ന വ്യവസായ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറി. കഴിഞ്ഞ 1-2 വർഷത്തോളമായി കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി മൂലവും വിപണിയിലെ മാന്ദ്യം എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഈ കമ്പനി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടുകയുണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഫാക്ടറിക്കുള്ളിൽ തന്നെ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 1500ഓളം കുടുംബങ്ങൾ ഈ ഫാക്ടറിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതെന്ന് തുറക്കും? ഇന്ന് അതൊരു വലിയൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. ധാരാളം പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും പ്രശ്നപരിഹാരത്തിനായുള്ള നിരവധി മാർഗങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് തലസ്ഥാന നഗരിയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായിരുന്ന കൊച്ചുവേളിയിലെ ഇന്ത്യൻ ഇംഗ്ലീഷ് ക്ലേ ഫാക്ടറി പൂട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യമെമ്പാടും പ്രശസ്തമായിരുന്ന ഈ കമ്പനിയിലെ പ്രധാന ഉൽപ്പന്നം സംസ്കരിച്ച കളിമണ്ണ് ആയിരുന്നു. പെയിന്റ്, പേപ്പർ, മഷി, റബ്ബർ, ഫൈബർ ഗ്ലാസ്, ഫാർമസ്യൂട്ടിക്കൽസ്, സിമന്റ് തുടങ്ങിയ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഇവിടുത്തെ ഉൽപ്പന്നം ഉപയോഗിച്ചിരുന്നു. പതിറ്റാണ്ടുകളോളം വൻ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് താൽക്കാലിക പ്രതിസന്ധികളുടെ പേരിൽ അടച്ചുപൂട്ടിയത്. 1963 സ്ഥാപിച്ച ഈ കമ്പനി ഇപ്പോൾ ധാപ്പർ ഗ്രൂപ്പിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. വൻതോതിൽ കയോലിനൈറ്റ് അടങ്ങിയ ഇവിടുത്തെ ക്ലേ വളരെയധികം പ്രശസ്തമാണ്. കയോലിൻ സംസ്കരണത്തിൽ അന്നത്തെ ലോക നേതാവായിരുന്ന UK ഇംഗ്ലീഷ് ചൈന ക്ലേയുമായി സാങ്കേതികവും സാമ്പത്തികവുമായ സഹകരണത്തോടെ 1963 ഈ കമ്പനി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. 1990കളുടെ തുടക്കത്തിൽ ധാപ്പർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തു. ഇന്ന് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ലിമിറ്റഡിന് കളിമണ്ണ്, അന്നജം എന്നിങ്ങനെ 2 പ്രധാന ഡിവിഷനുകളുണ്ട്. ഇവിടെ ഒരു നോൺ ബ്ലാസ്റ്റിംഗ് മോഡൽ കളിമണ്ണ് ഖനനം ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും മൂല്യം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. കൊച്ചുവേളിയിലും തോന്നയ്ക്കലിലും 2 പ്ലാന്റുകൾ ഈ കമ്പനിക്കുണ്ട്. ചൈന കളിമണ്ണിന്റെ ലഭ്യത കുറവും വിപണിയിലെ ഡിമാൻഡിലെ മാന്ദ്യവും ചൂണ്ടിക്കാണിച്ച് 2020 ഓഗസ്റ്റ് 10 കൊച്ചുവേളിയിലെയും തോന്നയ്ക്കലിലുമുള്ള 2 യൂണിറ്റുകൾ അടച്ചുപൂട്ടി. യാതൊരു മുന്നറിയിപ്പും കൂടാതെ പ്ലാന്റ് അടച്ചുപൂട്ടിയത് കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. തൊഴിലാളി യൂണിയനുകൾ കമ്പനി ഗേറ്റിന് മുന്നിൽ സമരവും തുടങ്ങി. ഒക്ടോബറിൽ ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്ന് തോന്നയ്ക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചെങ്കിലും വേളിയിലെ പ്രധാന യൂണിറ്റ് അടഞ്ഞുകിടക്കുകയാണ്. കമ്പനിയുടെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. ലോക്ക്ഡൌൺ, കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി, അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം, കളിമൺ ഖനനത്തിന് അനുമതി ലഭിക്കാത്തത് തുടങ്ങിയവയാണ് കമ്പനി മാനേജ്മെന്റ് അടച്ചുപൂട്ടലിന് കാരണമായി പറയുന്നത്. കമ്പനി മാനേജ്മെന്റ്, ജീവനക്കാരുടെ സംഘടനകൾ, ലേബർ കമ്മീഷൻ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ എന്നിവർ തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ പ്രശ്നപരിഹാരത്തിനായി ഇവിടെ നടന്നിരുന്നു. തോന്നയ്ക്കലിലെ പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ വേളിയിലെ കാര്യത്തിൽ കമ്പനി ഉദാസീന ഭാവമാണ് കാണിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ജീവനക്കാർക്ക് 25,000 രൂപ ഇടക്കാല ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതിന്റെ പകുതി മാത്രമാണ് നൽകിയത്. കൂടാതെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഗുജറാത്തിലെ ഭുജിലേക്ക് മാറ്റുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നതായി തൊഴിലാളി യൂണിയനുകൾ അഭിപ്രായപ്പെടുന്നു. ജോലി രാജിവെക്കുവാനായി കമ്പനി അധികൃതർ ജീവനക്കാരോട് സമ്മർദ്ദം ചെലുത്തുകയാണ്. എന്നാൽ കൊച്ചുവേളി യൂണിറ്റ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കമ്പനിയും പ്രഖ്യാപിക്കുന്നു. ഈ ഒരു അടച്ചുപൂട്ടലൂടെ വേളിയിലെ ക്ലേ ഫാക്ടറിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന 100 കണക്കിന് തൊഴിലാളികളുടെ ജീവിതവും വഴിയാധാരമായിരിക്കുകയാണ്. ഇതിനിടെ ഒരു ജീവനക്കാരൻ അടച്ചുപൂട്ടിയ കമ്പനിക്കുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കളിമണ്ണിന്റെ മാന്ദ്യം, അതുപോലെ വിപണിയിലെ ഡിമാൻഡ് കുറഞ്ഞത്, കൂടുതൽ ഖനനത്തിനായുള്ള അനുമതി ലഭിക്കാത്തത് തുടങ്ങിയ പല കാരണങ്ങളാണ് ഈ കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് കമ്പനിയുടെ വാദം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉടമകൾക്ക് താല്പര്യമില്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കും എന്ന് അന്നത്തെ വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. മുന്നറിയിപ്പില്ലാതെ കമ്പനി അടച്ചുപൂട്ടിയതിനാൽ തൊഴിലാളികൾക്ക് ആശ്വാസധനം നൽകിയില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. അങ്ങനെയാണ് വളരെ കുറഞ്ഞ ഒരു തുക താൽക്കാലികമായി ജീവനക്കാർക്ക് അന്ന് നൽകിയത്. കളിമൺ ഖനനത്തിലുള്ള അനുമതി നൽകുന്നതിലും മാർക്കറ്റ് പുനരുജ്ജീവിപ്പിക്കുന്ന മുറയ്ക്ക് യൂണിറ്റ് തുറക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്യാമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയ വേളിയിൽ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. വൻ വികസനവും നിക്ഷേപങ്ങളും തിരുവനന്തപുരത്ത് ഈ കാലഘട്ടങ്ങളിൽ നടക്കുമ്പോൾ വേളിയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാഹചര്യവും ഒരുക്കേണ്ടതിൽ സർക്കാർ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട സമയമാണ്. ഓരോ വ്യവസായങ്ങളും നാടിന്റെ പുരോഗതിക്കും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമായി മാറുന്നതുമാണ്. കൂടാതെ നിലവിലുള്ളതിനെ നിലനിർത്തുവാനുള്ള നടപടികളും ഭരണകൂടം കാര്യക്ഷമതയോടെ ചെയ്യേണ്ടതൊന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റു കാണാക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.